നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്തറിയാമെൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിയാണ്. മറ്റൊന്നുമല്ല, ബിസിനസ് എന്നൊരു മൈൻഡോടെ, ബിസിനസ് എന്ന സ്വപ്നത്തോടെ നമ്മുടെ കേരളത്തിൽ നിന്ന്, കുട്ടനാട്ടിൽ നിന്ന് സിഡ്നി, നമ്മുടെ ഓസ്ട്രേലിയയിലെത്തി തൻ്റേതായിട്ടുള്ള സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ ആളാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത്. മറ്റാരുമല്ല, A1 ഫിൻകോർപ്പിൻ്റെയും A1 മൈഗ്രേഷൻ്റെയും അമരക്കാരനായിട്ടുള്ള അജീഷ് തോമസ് സാറിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സാറിനെ നമുക്ക് പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാം. ഹായ് സാർ. ഹായ്, നമസ്കാരം. സോ എങ്ങനെയാണ് A1 ഫിൻകോർപ്പും അതുപോലെ തന്നെ A1 മൈഗ്രേഷൻ്റെയും ഒരു ജേർണി എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു ജേർണി ഉണ്ടാവും. ആ ഒരു ജേർണി നമ്മളോടൊന്ന് ഷെയർ ചെയ്യാമോ? നാട്ടിൽ ഞാൻ കുട്ടനാട്ടിലാണ് എൻ്റെ വീട്. കുട്ടനാട്ടിൽ വെളിയനാട് എന്ന സ്ഥലത്താണ് ഞാൻ ഇവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ എത്തിയിരിക്കുന്നത്. ഞാൻ നാട്ടിൽ അഡ്വക്കേറ്റ് ആയിരുന്നു, ആലപ്പുഴ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ ഓസ്ട്രേലിയ വന്നിട്ട് 15 വർഷമായി. കഴിഞ്ഞ 4 വർഷമായിട്ടാണ് നമ്മൾ A1 ഫിൻകോർപ്പ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഫിനാൻസ് റിലേറ്റഡ് കമ്പനിയാണ്. അതോടൊപ്പം നമ്മൾ 2 വർഷമായി A1 മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 കമ്പനിയും വളരെ നന്നായിട്ട് പോകുന്നു. ഇതിലേക്ക് എത്താനുള്ള കാര്യം വെച്ചാൽ, ഞാൻ ഓൾവേസ് ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. അതിൻ്റെ ഒരു എയിമായിരുന്നു. ഞാൻ നാട്ടിലും പല ബിസിനസ്സുകൾ ഇതിനിടയ്ക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് മെൻറ്റാലിറ്റി കൊണ്ടുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ 2 കമ്പനിയിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. ഇതിലേക്ക് ഫിൻകോർപ്പിലേക്ക് എത്താനുള്ള കാര്യം, ഞാനൊരു ഇൻവെസ്റ്ററായിരുന്നു അവിടെ ചെന്നപ്പോൾ. അതുവഴി പല വീടുകളൊക്കെ ഞാൻ വയ്ക്കുകയും വാങ്ങിച്ച് റെൻറ്റിന് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ബിസിനസ് എനിക്കുണ്ടായിരുന്നു. അത് ചെയ്ത ശേഷമാണ് നമ്മൾ ഒരു ഫിനാൻസ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞ 4 വർഷം മുമ്പ് അത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മൈഗ്രേഷൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓസ്ട്രേലിയയിലേക്കുള്ള എല്ലാ വിസകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതാണ് നമ്മുടെ സർവീസ്. സോ നമ്മൾ A1 ഫിൻകോർപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ തന്നെ ഏതൊക്കെ ലൊക്കേഷൻസിലാണ് പ്രൊവൈഡ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് എന്ന് പറയാമോ? തീർച്ചയായിട്ടും. A1 ഫിൻകോർപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹോം ലോൺസ്, കാർ ലോൺസ്, പേഴ്സണൽ ലോൺസ്, പിന്നെ കൊമേഴ്സ്യൽ ലോൺസ്, ബിസിനസ് ലോൺസ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യും. നമുക്ക് 60 ഡിഫറൻസ് ബാങ്ക് നമ്മളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓസ്ട്രേലിയൻസിനെ അവരുടെ വീട് മേടിക്കാനുള്ള ജേർണിയിലും, കാറ്, പേഴ്സണൽ ലോൺസ്, പിന്നെ ബിസിനസ് ചെയ്യാനുള്ള ജേർണിയിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഓൾ ഓസ്ട്രേലിയയിൽ നമുക്ക് ബിസിനസ് ഉണ്ട്. നമ്മൾ ബേസ് ചെയ്തിരിക്കുന്നത് സിഡ്നിക്കടുത്ത് ന്യൂകാസിലാണ് നമ്മുടെ മെയിൻ ഓഫീസ്. പക്ഷേ നമുക്ക് ഓൾ ഓസ്ട്രേലിയ കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മൾ എല്ലാ കൈൻഡ് ഓഫ് പീപ്പിളിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഫിൻകോർപ്പ് വഴി. ഓക്കെ. സോ അപ്പോൾ അവിടെ ഇന്ത്യൻസ് മാത്രമല്ല, വേറെ കുറേ ക്ലയൻസ് ആയിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? ആരൊക്കെ ക്ലയൻസ് ഉണ്ട് നമുക്ക് എന്നുള്ളത്? തീർച്ചയായിട്ടും. നമുക്ക് ഇന്ത്യൻസ് മാത്രമല്ല, നമുക്ക് ഓൾ ഇന്ത്യയിൽ നിന്ന് കസ്റ്റമേഴ്സ് ഉണ്ട്. മലയാളികൾ മാത്രമല്ല കസ്റ്റമേഴ്സ്. എനിക്ക് ഓൾ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് കസ്റ്റമേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ കസ്റ്റമേഴ്സ് ഉണ്ട്, ഓസ്ട്രേലിയൻ കസ്റ്റമേഴ്സ് ഉണ്ട്, പിന്നെ ഫിലിപ്പീൻസ്, പിന്നെ ചൈനീസ് വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ ഫിലിപ്പീൻസിനൊക്കെ ഒരുപാട് പേര് നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ഇതിൽ നിന്നും നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. ഓൾ ഓസ്ട്രേലിയ നമുക്ക് ബിസിനസ്സും ഉണ്ട്. നമ്മൾ ബിസിനസ് ചെയ്യാത്ത ഒരു സ്റ്റേറ്റ് പോലും ഓസ്ട്രേലിയയിലില്ല. അങ്ങനെയാണ് നമ്മുടെ ബിസിനസ് റൺ ചെയ്യുന്നത്. ഓക്കെ. സോ ഈ ഒരു 4 ഇയർ ജേർണി, A1 ഫിൻകോർപ്പിൻ്റെ ജേർണിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഉള്ളത്. സോ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രോത്തിൽ എന്തൊക്കെ റിവാർഡ്സ്, അച്ചീവ്മെൻറ്റ്സ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്? A1 ഫിൻകോർപ്പിൻ്റെ ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റായിരുന്നു പറയുമ്പം. ഞാൻ 4 വർഷമായി തുടങ്ങിയിട്ട്. പക്ഷേ നമ്മൾ ഒരുപാട് അവാർഡ് വിന്നിങ് കമ്പനിയാണ്. നമ്മൾ അപ്രോച്ച് ചെയ്യുന്നവർക്ക് കിട്ടുന്ന സർവീസ് ഹൈ ആയിരിക്കും. നമ്മൾ ഫിനാൻസ് ബ്രോക്കർ അസോസിയേഷൻ ഓസ്ട്രേലിയ 2023 വിന്നറായിരുന്നു. ഓൾ ഓസ്ട്രേലിയ വിന്നറായിരുന്നു. അതുപോലെ തന്നെ ആ സെയിം FPW എന്നാണ് പറയുന്ന ഷോർട്ട് ഫോം. FPWയുടെ 2024 ഫൈനലിസ്റ്റ് ആയിരുന്നു. അതുപോലെ ഓസ്ട്രേലിയൻ ഫിനാൻസ് ഗ്രൂപ്പ് ൻ്റെ 2023-24 കഴിഞ്ഞ 2 വർഷങ്ങളിലും നമ്മൾ ഫൈനലിസ്റ്റ് ആയിരുന്നു. ഒരു ബിഗ് വോളിയൂം ഓഫ് ബിസിനസ് ചെയ്യുന്നവർ കിട്ടുന്ന അവാർഡുകളാണ് ഇതെല്ലാം. നമ്മൾ മേജർ ബാങ്കുകൾ കോമൺവെൽത്ത് ബാങ്കിൽ പ്ലാറ്റിനം ബ്രോക്കർ, അതുപോലെ തന്നെ വെസ്റ്റ്പാക് ഗ്രൂപ്പിൽ പ്ലാറ്റിനം ബ്രോക്കറാണ്. നമ്മൾ ANSൽ ബ്രോക്കർ ഓഫ് എക്സലൻസ് അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഷോർട്ട് ടൈം കൊണ്ട് അച്ചീവ് ചെയ്ത ഒരു ബിഗ് അവാർഡുകളാണ് ഇതെല്ലാം. ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും മേജർ ബാങ്കുകളിൽ നമുക്ക് ബെസ്റ്റ് സർവീസ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് തിരിച്ചും സപ്പോർട്ട് അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. അതാണ് നമ്മുടെ കഴിഞ്ഞ 4 വർഷത്തെ A1 ഫിൻകോർപ്പിൻ്റെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയാനുള്ളത്. സോ ആസ് എ ബിസിനസ് മാൻ, നമുക്കൊരു സ്ട്രെങ്തോ അല്ലെങ്കിൽ വീക്ക്നെസ് എന്ന് പറയുന്നത് നമ്മളുടെ കൂടെ ഉള്ളവരാണ് അല്ലേ? സോ തീർച്ചയായിട്ടും ഫാമിലിയും അതുപോലെ തന്നെ നമ്മളുടെ ഒപ്പം കൂടെ അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ടീമുമാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് മാൻ്റെ പുറകിൽ. സോ ഫാമിലിയെ പറ്റിയും അതുപോലെ തന്നെ നമ്മളുടെ ടീമിനെ പറ്റിയും ഒന്ന് ഷെയർ ചെയ്യാമോ? ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ, എനിക്ക് എൻ്റെ വൈഫ് ഷെറിൻ, പിന്നെ എനിക്ക് 2 മക്കളാണുള്ളത്. ആൻവിയ, അവൾ ഇയർ 10ൽ പഠിക്കുന്നു. അലൻ, അവൻ ഇയർ 7ൽ പഠിക്കുന്നു. ഷെറിൻ്റെ സപ്പോർട്ടാണ് എൻ്റെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു മേജർ റീസൺ. കാരണം ഏത് ബിസിനസ്സിൻ്റെ പിന്നിലും വിജയികളുടെ പിന്നിലും
ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നത് അത് ഷെറിൻ്റെ സപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ എനിക്കൊരു ബിഗ് ടീമുണ്ട് A1 ഫിൻകോർപ്പിന്. ഒരു ടീം മാനേജറുണ്ട്. ആ ടീം മാനേജർ അണ്ടറിൽ ഒരു 10 സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഭയങ്കര സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ മൈഗ്രേഷൻ കമ്പനി റൺ ചെയ്യുന്നത് നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് മാക്സ് ആണ്. അദ്ദേഹമാണ് അതിൻ്റെ ഓപ്പറേഷൻ മാനേജർ. അതിനുണ്ടല്ലോ ഒരു 5 സ്റ്റാഫ് നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നല്ല സ്ട്രോങ് ആയിട്ട് പോകുന്ന എല്ലാ സൈസ് വിസകളും അവർ ചെയ്തു കൊടുക്കും. ഇതാണ് എൻ്റെ സ്റ്റാഫിങ്. അവരാണ് എൻ്റെ ഈ ബിസിനസ് ഗ്രോത്തിനുള്ള മേജർ റീസൺ. എൻ്റെ സ്ട്രോങ് സ്റ്റാഫിങ്ങും പിന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ടുമാണ്. നമ്മൾ A1 ഫിൻകോർപ്പിൻ്റെ മറ്റൊരു മെയിൻ ഗ്രോത്തിൻ്റെ കാര്യം നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമേഴ്സാണ്. നമ്മൾ നിയർലി ഒരു 2000 പീപ്പിളിനെ നമ്മൾ അതുവഴി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഹോം ലോൺ അവരുടെ ഡ്രീം ഹോം വാങ്ങിക്കാനും കാറ് വാങ്ങിക്കാനും പിന്നെ അവരുടെ പേഴ്സണൽ ലോൺസ് അവർക്ക് ആവശ്യങ്ങൾക്ക് ചെയ്തു കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും നമ്മുടെ കസ്റ്റമേഴ്സാണ് നമ്മുടെ മേജർ സപ്പോർട്ട്. നമ്മുടെ കമ്പനി ഇത് വളരാനുള്ള മെയിൻ കാരണം നമ്മുടെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇത്രയും പേരെ നമുക്ക് ഒരു കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ഒരുപാട് പേരെ അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് നമ്മുടെ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. സോ തീർച്ചയായിട്ടും ഇത്രയും നേരം നമ്മളുടെ കൂടെ ഈ ഒരു വാല്യുബിൾ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നാളെ ഫ്യൂച്ചറിലേക്കുള്ള ആ ഒരു യാത്രയ്ക്കും ഒരുപാട് ഓൾ ദ ബെസ്റ്റ്. ബിക്കോസ് നമ്മളുടെ പുറത്തുള്ളവർക്കാണെങ്കിലും സിഡ്നിയിലുള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ളവർക്കാണെങ്കിലും ഇന്ത്യയിലുള്ളവർക്കാണെങ്കിലും നാളെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും A1 കൊണ്ടുവരിക എന്ന് ഉറപ്പാണ്. സോ തീർച്ചയായിട്ടും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. താങ്ക് യു. സോ A1 ഫിൻകോർപ്പും അതുപോലെ തന്നെ A1 മൈഗ്രേഷനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? കൂടുതൽ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്താൽ ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കിട്ടും. സോ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ടാറ്റ.